ഒരായിരം ഓർമ്മകൾ ഓളം തള്ളുന്ന നമ്മുടെ കലാലയ ജീവിതത്തിൻ്റെ ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഏടുകളിലൂടെ നമുക്ക് നടന്നു നീങ്ങാം. ഇളം കാറ്റിൽ ഇളകിയാടിയും ചൂളം വിളിച്ചും നമ്മുടെ കലാലയ മുറ്റത്ത് തണലേകുന്ന ചൂളമരങ്ങളും മരത്തിലും മരത്തണലിലും കിന്നാരം പറഞ്ഞിരിക്കുന്ന ഇണക്കുരുവികളും നമുക്ക് മധുരിക്കുന്ന ഒരോർമ്മ തന്നെ. മാഷേ, ഒരു പേന, കാശ് പിന്നെ തരാം. എത്ര വട്ടം നാം പറഞ്ഞിരിക്കുന്നു. ഇണങ്ങിയും പിണങ്ങിയും ആടിയും പാടിയും മുദ്രാവാക്യം വിളിച്ചും നാം ആഘോഷിച്ച നമ്മുടെ കലാലയ ജീവിതം. അനന്തമായ അറിവിൻ്റെ വാതായനങ്ങൾ മലക്കെ തുറന്ന് നമുക്ക് വെളിച്ചമേകിയ നമ്മുടെ ഗുരുക്കൾ. നമ്മുടെ മനസ്സിൻ്റെ ശ്രീകോവിൽ ഇന്നും മങ്ങാതെ നമുക്ക് വെളിച്ചമേകുന്നു. നമുക്ക് വഴികാട്ടി മുന്നേ നടന്നവർക്കും നമ്മോടൊപ്പം നടന്നവർക്കും നമ്മുടെ പിന്നിൽ നടക്കുന്നവർക്കും ഈ സംഗമം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം കലാലയമുറ്റത്തേക്ക്. നൊസ്റ്റാൾജിയ 2015, എ ജേർണി ത്രൂ സ്വീറ്റ് മെമ്മറീസ്.
When Rehna called me over the phone and asked for a message to read on the occasion of the Aswabi Alumni Association family meet to be held on 22nd May, I felt too delighted, extremely happy, because in our college, the English department also conducts annual alumni meetings on the second Saturday of December. And as teachers, we would stand behind and watch the students sharing mirth, fun, and excitement when they come together after a long gap of several years. And it was really fun to watch them. It is the same fun and excitement that you two are going to share on this occasion. I'm sure this function is really going to be a travel down memory lane, truly nostalgic. I wish the participants and the organizers all the very best, and hope and pray that in the coming years you must be able to conduct more activities and more programs that would be beneficial to the society too. Thank you. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒമാനിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ജീവിതത്തിലെ ഏറ്റവും മനോഹരവും ആഹ്ലാദപൂർണവുമായ ആസ്മാബി കോളേജിലെ ജീവിത കാലഘട്ടം അയവിറക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഒമാനിൽ ഒത്തുചേരുന്നു എന്നറിഞ്ഞതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. ഏറ്റവും തിരക്ക് പിടിച്ച ഒരു ജീവിതം നയിക്കാൻ നാം ഏവരും നിർബന്ധിതമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ മടുപ്പിക്കുന്ന തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് നമ്മൾ പഠിച്ച കാലഘട്ടങ്ങളിലെ സഹപാഠികളും സുഹൃത്തുക്കളും അവരുടെ കുടുംബാംഗങ്ങളുമായി ഒത്തുചേർന്ന് ഏതാനും നിമിഷങ്ങൾ ചിലവഴിക്കുക എന്നുള്ളത് ഏവർക്കും ആശ്വാസകരവും അതോടൊപ്പം തന്നെ ആഹ്ലാദകരവുമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അസ്മാബി കോളേജിലെ അലുമിനി അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളിൽ മുഖ്യമായത് പ്രാദേശികമായിട്ടുള്ള അലുമിനികൾ രൂപീകരിച്ച് അതിൽ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് സംഘടിക്കുവാനും അവരുടെ സൗഹൃദങ്ങളും പുതുക്കാനുമുള്ള അവസരമൊരുക്കുക എന്നുള്ളതാണ്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് അലുമിനി അസോസിയേഷൻ്റെ പ്രത്യേക ഇടപെടലുകളൊന്നും തന്നെ ഇല്ലാതെ അവിടങ്ങളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ രൂപീകരിച്ച് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് യു എയിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ UAE ചാപ്റ്ററിൻ്റെ പ്രവർത്തനം 10 വർഷം പിന്നിടുന്ന ഈ വേളയിൽ അവർ വിപുലമായ ഒരു പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ ഞങ്ങളും പങ്കെടുത്തിരുന്നു. നിങ്ങൾ ഈ മാസം തന്നെ അവിടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ വിപുലമായൊരു സമ്മേളനം സംഘടിപ്പിക്കുന്നുണ്ട്. അതിന് ഞങ്ങളുടെ ആസ്മാബി കോളേജ് അലുമിനി അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒത്തുചേരൽ എന്നതിനേക്കാൾ ഉപരി നമ്മളുടെ കോളേജിലെ ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും കോളേജിൻ്റെ മൊത്തത്തിലുള്ള വികസനത്തിനുമൊക്കെ പൂർവ്വ വിദ്യാർത്ഥികൾ നൽകുന്ന സംഭാവന വളരെ വിലമതിക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കോളേജ് ഒരു പിന്നോക്ക മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കോളേജാണ്. അവിടെ പഠിക്കുന്നവർ ബഹുഭൂരിപക്ഷവും സാധാരണക്കാരായ കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്. മിടുക്കരായിട്ടുള്ള അത്തരം വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി പൂർവ്വ വിദ്യാർത്ഥികൾ നൽകി വരുന്ന സേവനം സ്കോളർഷിപ്പിൻ്റെ രൂപത്തിലും അതോടൊപ്പം തന്നെ അവരുടെ പഠന പ്രോത്സാഹനത്തിന് വേണ്ടി ക്യാഷ് അവാർഡുകളും സ്വർണ്ണ മെഡലുകളുമൊക്കെ നൽകുന്നത് എടുത്തു പറയേണ്ട ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തനമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒത്തുചേരലിനോടൊപ്പം തന്നെ നമ്മുടെ കോളേജിൻ്റെ ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഏർപ്പെടാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കോളേജിൽ എല്ലാ വർഷവും ഒക്ടോബർ 2-ന് ചേരുന്ന കുടുംബസംഗമത്തിൽ നിങ്ങൾ നാട്ടിലെത്തുന്ന എല്ലാ വിദ്യാർത്ഥികളും ഒക്ടോബർ 2-ന് വീട്ടിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കണം. കോളേജിലെ ഒക്ടോബർ 2-ൻ്റെ അലുമിനി കുടുംബസംഗമത്തിൽ പങ്കെടുക്കണം. കൂടാതെ
പ്രവാസി കുടുംബ മീറ്റ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നാട്ടിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നാട്ടിലെത്തുന്നവരും ആ പരിപാടികളിലൊക്കെ സംഘടിപ്പിക്കണം. നമ്മളുടെ കോളേജിൻ്റെ എല്ലാ പരിപാടികളിലും കോളേജിന് ഒരിക്കലും മനസ്സിൽ നിന്ന് മറക്കാതിരിക്കാൻ വേണ്ടി കോളേജിലെ എല്ലാ പരിപാടികളും നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം ഉണ്ടാകണമെന്ന് ഞാൻ ഇത്തരണത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പരിപാടികൾക്ക് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു.